ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒരു ഹെഡ് കോച്ച് ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മിഖേൽ സ്റ്റാറയുടെ പകരക്കാരനെ കണ്ടെത്താൻ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിചയസമ്പത്തുള്ള ഒരു പകരക്കാരനെ കൊണ്ടുവരിക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് സെർജിയോ ലൊബേറയുടെ പേരാണ്. ISL വളരെയധികം എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ISL കിരീടമൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ലൊബേറയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. ഒഡീഷ FC അവസാനമായി കളിച്ച 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിച്ചിട്ടില്ല. 2 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഒഡീഷയ്ക്ക് മേൽ വലിയ ഒരു ആധിപത്യം പുലർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പൊസിഷന്റെ കാര്യത്തിലും ആക്രമണത്തിന്റെ കാര്യത്തിലും ഒക്കെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മുന്നിട്ട് നിന്നിട്ടുള്ളത്. ഒഡീഷ നേടിയ 2 ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പിഴവിൽ നിന്നുകൂടിയായിരുന്നു, അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്നുകൂടിയായിരുന്നു പിറന്നിരുന്നത്. അതായത് ഒഡീഷ FCക്ക് ഇപ്പോൾ ലൊബേർക്ക് കീഴിൽ വലിയൊരു മികവൊന്നും അവകാശപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സെർജിയോ ലൊബേറയിൽ ഇപ്പോൾ പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇനി കൊണ്ടുവരേണ്ടതില്ല എന്ന അഭിപ്രായം ചില ആരാധകർക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ട്വീറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പൊസഷൻ മെർച്ചന്റായ ലൊബേറയുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള പൊസഷൻ കേവലം 32% മാത്രമാണ് എന്നാണ് ഒരു ആരാധകൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അതേസമയം മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: ലൊബേറ ഫിനിഷ്ഡ് ആണ്, ഒരു ടാക്ടിക്സും ഇല്ലാതെയാണ് ഒരു യൂത്ത് ടീം പരിശീലകനെതിരെ പ്രാഗ്മാറ്റിക് ആയി സമീപിച്ചത്. ഇതാണ് മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതായത് സെർജിയോ ലൊബേറയെ കൊണ്ടുവരേണ്ടതില്ല, മറ്റേതെങ്കിലും പരിശീലകന് വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായക്കാർ ഇപ്പോൾ വളരെയധികം സജീവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തോൽവിക്കുള്ള കാരണമായി കൊണ്ട് ലൊബേറ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഒരുപാട് താരങ്ങൾ ഇല്ലാത്തതാണ് തങ്ങൾക്ക് തിരിച്ചടിയായത് എന്നായിരുന്നു ലൊബേറയുടെ അഭിപ്രായം. ഏതായാലും ഒഡീഷ FC നിലവിൽ പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. 16 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 21 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. 16 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുമായി 20 പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവരുടെ തൊട്ടുപിറകിൽ തന്നെയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.